ഇനി നമ്മൾ ദണ്ഡകം 2 ചർച്ച ചെയ്യുന്നത്. സാദരാരബ്ധ സംഗീത സംഭാവന സംഭ്രമാലോല നീപസ്രകാബദ്ധചൂളി സനാഥത്രികേ സാനുമത്പുത്രികേ. പദച്ഛേദം ചെയ്യുമ്പോൾ സാദര ആരബ്ധ സംഗീത സംഭാവന സംഭ്രമ ആലോല നീപസ്രക് ആബദ്ധ ചൂളി സനാഥ ത്രികേ സാനുമത് പുത്രികേ. സാദരം ആരബ്ധമായ സംഗീതം. സംഗീതത്തിന് ഉച്ചസ്ഥായി മന്ദസ്ഥായി ഒക്കെ ഉണ്ടല്ലോ. താഴെ തുടങ്ങുന്നു, മുകളിലെത്തുന്നു, മുകളിൽ നിന്ന് പിന്നെ താഴേക്ക് വരുന്നു, അങ്ങനെയൊക്കെയാണല്ലോ. അതിൻ്റെ മന്ദസ്ഥായി ആണ് പറയുക ഇവിടെ. സാദരം ആരബ്ധമായ സംഗീതം, മന്ദസ്ഥായിയിൽ ആരംഭിച്ചതായ, ആരബ്ധം ആരംഭിച്ചതായ സംഗീതത്തിന്റെ സംഭാവന, അത് ഉച്ചസ്ഥായിലെത്തിയപ്പോൾ സംഭ്രമ ആലോലം, ആ ആരോഹണ അവരോഹണ ക്രമത്തിൽ ലയിച്ച് അങ്ങനെ തലയങ്ങനെ ഇളകുന്നു, ആലോലമാകുന്നു. സംഭാവന സംഭ്രമ ആലോലം ഉച്ചസ്ഥായിലെത്തിയപ്പോൾ അതിനകത്തങ്ങനെ ലയിച്ചിട്ട് തല ഇളകുന്നു, ആലോലമാകുന്നു, ഇളകുന്നു. അപ്പോഴോ നീപസ്രക ആബദ്ധ ചൂളി. നീപം എന്ന് പറഞ്ഞാല് നീർക്കടമ്പ്, അതിൻ്റെ പൂവ് കൊണ്ടുള്ളതായ മാല നീപസൃക്. സൃക് എന്ന് പറഞ്ഞാൽ മാല. ആബദ്ധ ചൂളി, കെട്ടിയിട്ടുള്ളതായ തലമുടി. ചൂളി തലമുടി, ആബദ്ധം കട്ടപ്പെട്ടത്. ഇനിയും സനാഥത്രികേ, ത്രികത്തിന് അലങ്കാരമായിരിക്കുന്നു. അനാഥം എന്ന വാക്കിന്റെ വിപരീതമാണ് സനാഥം. സനാഥം സന്തോഷിപ്പിക്കുന്നതാണല്ലോ, അലങ്കാരം സന്തോഷിപ്പിക്കുന്നതാണ്. അപ്പൊ ത്രികത്തിന് അലങ്കാരമായിരിക്കുന്നു ഈ കടമ്പിൻ പൂ കട്ടപ്പെട്ടിട്ടുള്ളതായ മുടി എന്ന് സാരം. എന്താണ് ത്രികം? അതായത് തുടയെല്ലുകളും തണ്ടെല്ലും കൂടിച്ചേരുന്നതായ സ്ഥലത്തിനെയാണ് ത്രികം എന്ന് പറയുക. അത് നിതംബ ഭാഗമാണ്. അപ്പോൾ അമ്മയുടെ ഈ തലമുടി നിതംബം വരെയുണ്ട്. ആ തലമുടിയില് ഈ കടമ്പിൻ പൂവിന്റെ മാല ചാർത്തിയിട്ടുമുണ്ട്. അമ്മ സംഗീതത്തിൽ ലയിച്ച് തലയാട്ടുമ്പോൾ ഈ കടമ്പിൻ പൂവും കെട്ടിയ ആ തലമുടി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അത് നിതംബത്തിന് ഒരലങ്കാരമാകുന്നു. അങ്ങനെയുള്ള നിതംബ ഭാഗത്തോടു കൂടിയവളെ സനാഥത്രികേ. അപ്പോൾ മന്ദസ്ഥായിയിൽ ആരംഭിച്ച സംഗീതത്തിന്റെ ആരോഹണ അവരോഹണ ഗതിയിൽ ലയിച്ച് ഇളകിയാടുന്ന നീർക്കടമ്പിന്റെ പൂമാല കെട്ടപ്പെട്ട മുടിക്കെട്ടിനാൽ അലങ്കരിക്കപ്പെട്ട നിതംബ ഭാഗത്തോടു കൂടിയവളെ. തുടർന്ന് പറയുകയാണ് സാനുമത് പുത്രിയെ. സാനുമത് എന്ന് പറഞ്ഞ ഹിമവാൻ, ആ ഹിമവാന്റെ പുത്രിയായ പാർവതി ദേവി, അങ്ങനെയുള്ളതായ അമ്മ ജഗജനനി ജയിക്കട്ടെ എന്നാണ് ഈ 2ാമത്തെ ദണ്ഡകത്തിന്റെ വാച്യാർത്ഥം. അപ്പോഴ് ഒറ്റശ്വാസത്തിന് ജപിക്കാൻ പറ്റാത്തവര് ഞാൻ പറയുന്നിടത്ത് മുറിക്കുക. സാദരാരബ്ധ സംഗീത സംഭാവന സംഭ്രമാലോല നീപസ്രകാബദ്ധ ചൂളി സനാഥത്രികേ സാനുമത് പുത്രികേ. സാദരാരബ്ധ സംഗീത സംഭാവന സംഭ്രമാലോല നീപസ്രകാബദ്ധ ചൂളി സനാഥത്രികേ സാനുമത് പുത്രികേ. ഒറ്റശ്വാസത്തിന് ജപിക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. സാദരാരബ്ധ സംഗീത സംഭാവന സംഭ്രമാലോല നീപസ്രകാബദ്ധ ചൂളി സനാഥത്രികേ സാനുമത് പുത്രികേ. ഇനിയും ഇതിന്റെ സാരാംശം നമുക്ക് ഒന്ന് നോക്കാം. നമുക്കൊന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇവ തമോ ഗുണത്തിൽ നിന്നുണ്ടായതാണ്, തമോ ഗുണാത്മകമാണ്. നമുക്ക് 5 ജ്ഞാനേന്ദ്രിയങ്ങളാണുള്ളത്. അതിൽ കൂടി കേട്ട്, സ്പർശിച്ച്, കണ്ട്, രുചിച്ച്, മണത്ത് നമ്മൾ ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു. 6ാമത് ഒരനുഭവമില്ല. ഇത് തമോ ഗുണാത്മകമാണ്. ഈ ഇന്ദ്രിയ വിഷയങ്ങളിൽ കൂടി കിട്ടുന്നതായ ഒരു സുഖം മോഹിച്ചാണല്ലോ നമ്മൾ ഇത്രയും കർമ്മബദ്ധരായി കിടക്കുന്നതെല്ലാം. ഈ സുഖം
അനുഭവിക്കുമ്പോൾ നമുക്ക് അമൃതാത്മകമായിട്ട് തോന്നും, പിന്നീട് അത് വിഷാത്മകമായിട്ട് ദുഃഖകാരണമായിട്ട് ഭവിക്കുകയും ചെയ്യും. എല്ലാ ഇന്ദ്രിയ സുഖങ്ങളുടെയും സ്വഭാവം അതാണ്. ഇവിടെ അമ്മയുടെ തലമുടി ആ തമോ ഗുണത്തിൻ്റെയും ആ തമോ ഗുണത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ശബ്ദസ്പർശ രൂപരസ ഗന്ധാദികളാകുന്ന ഭൗതിക വിഷയങ്ങളുടെ പ്രതീകമാണ്, ഇന്ദ്രിയ വിഷയങ്ങളുടെ പ്രതീകമാണ് ആ നീലക്കടമ്പിന്റെ ആ പൂമാല എന്ന് സാരം. ഇതിനകത്തിങ്ങനെ ലയിച്ചെങ്ങനെയാണോ സംഗീതത്തില് തല ഭ്രമിച്ചാടുന്നത്, അതുപോലെ നമ്മളും ഇതിനകത്ത് ഭ്രമിച്ച് ഇങ്ങനെ നമ്മുടെ മനസ്സും ഇങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടേയിരിക്കുക, ആലോലമാടിക്കൊണ്ടേയിരിക്കുകയാണ്. സംഗീതത്തിന് ഉച്ചസ്ഥായിയും മന്ദസ്ഥായിയും ഉള്ളതുപോലെ നമ്മുടെ സുഖത്തിനുമുണ്ട്. അല്പസുഖവും അമിത സുഖവും ഒക്കെ നമ്മുടെ സുഖാനുഭവങ്ങൾക്കുമുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ ഭ്രമിച്ചിളകുന്നതായ മനസ്സോടുകൂടിയാണ് നമ്മൾ നടക്കുന്നത്. ഈ ഭഗവത്ഗീതയിൽ ചോദിക്കും, അശാന്തസ്യ കുതസുഖം, ശാന്തി ഇല്ലാതെ കണ്ട് എന്തോന്ന് സുഖമാണ്. അപ്പൊ നമ്മളിപ്പോഴേ മനഃശാന്തി ഇല്ലാതെ കണ്ട് ഈ സുഖത്തിനകത്ത് ഭ്രമിച്ചിങ്ങനെ ഇളകി നടക്കുന്ന മനസ്സോടു കൂടിയവരാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ തത്വം. ഇനിയും സാത്വികമായ സുഖം എന്ന് പറയുന്നത് ആത്മബുദ്ധി പ്രസാദജം, ആത്മാവ് ബുദ്ധിയിൽ പ്രസാദിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖമാണ് സാത്വികാത്മകമായ ഗുണം എന്ന് ഭഗവത്ഗീതയിൽ പറയും. അതിൻ്റെ ഒരു ഉയർന്ന തലത്തിലാണ് നമുക്ക് നമ്മുടെ നട്ടെല്ലാകുന്നതായ ഹിമവാനിലുള്ള സുഷുമ്നാ നാഡിയിൽ ആ പ്രകാശമാകുന്നതായ പാർവതിയെ കാണാൻ പറ്റുന്നത്. അവിടെയാണ് ആത്മസുഖം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തുന്നത്. ഈ സുഷുമ്നാ നാഡിയിൽ കാണപ്പെടുന്ന പ്രകാശത്തെയാണ് ഇവിടെ പാർവതിയായി സാനുമത് പുത്രികേ എന്ന് പറഞ്ഞത്, ഹിമവാന്റെ പുത്രിയായ പാർവതി ദേവി എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മുടെ നട്ടെല്ലാണ് ഈ ഹിമവാന്. സുഷുമ്നാ നാഡിയിൽ കാണപ്പെടുന്ന പ്രകാശമാണ് പാർവതി. അവിടെയാണ് യഥാർത്ഥമായ സുഖം, ആത്മസുഖം. ദക്ഷയാഗത്തിൽ മനം നൊന്ത് സതീദേവി ദേഹത്യാഗം ചെയ്തു. അതിനുശേഷം ഹിമവാന്റെ പുത്രിയായി പാർവതിയായി അവതരിച്ചു എന്നൊക്കെ പുരാണങ്ങളിൽ കഥാരൂപത്തിൽ പറയും. അതിൻ്റെ തത്വം അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഭാഗവത്തിൽ എടുത്തു പറയുന്നുണ്ട്, സതി എന്ന് പറയുന്നത് മന്ത്രമാണ്. അപ്പോൾ മന്ത്രസ്വരൂപിണിയാണ് സതി. ദക്ഷയാഗം എന്ന് പറയുന്നത് സാധനയുമാണ്. ആ സാധനയുടെ മൂർധന്യാവസ്ഥയിൽ മന്ത്രജപം അപ്രത്യക്ഷമായിട്ട് ആ മന്ത്രസ്വരൂപിണിയായിരിക്കുന്ന ചൈതന്യം തന്നെ നമ്മുടെ സുഷുമ്നാ നാഡിയിൽ പ്രകാശമായിട്ട് കാണപ്പെടുമ്പോൾ അത് പാർവതിയാകും. വാങ്മേ മനസി പ്രതിഷ്ഠിതം മനോമേ വാചി പ്രതിഷ്ഠിതം ആവിരാവിർമയേധി. എൻ്റെ മന്ത്രം മനസ്സിൽ ഉറച്ചു നിൽക്കട്ടെ, മനസ്സു മന്ത്രത്തിൽ ഉറച്ചു നിൽക്കട്ടെ, അങ്ങനെ ആ മന്ത്രപ്രകാശം എനിക്ക് അനുഭവിക്കാൻ സാധ്യമാകട്ടെ. ഈ ശാന്തി മന്ത്രം നമ്മൾ നേരത്തെ ഗ്രൂപ്പിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ ജപത്തിൻ്റെയും പരമമായ ലക്ഷ്യം ആ മന്ത്രദേവതയാകുന്ന പ്രകാശത്തെ സാക്ഷാത്കരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. എവിടെയാണോ ആ പ്രകാശത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത്, അവിടെയാണ് ആത്മസുഖം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ കേൾക്കുക, ഭഗവതിയെ അഭയം പ്രാപിക്കണം, ഭഗവാനെ അഭയം പ്രാപിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ എന്താണ് ഈ അഭയം പ്രാപിക്കുക? ഇവിടെ അഭയമുദ്ര എന്ന് പറയുന്നത് പ്രകാശമാണ്, ഭഗവാന്റെ പ്രകാശമാണ്, അല്ലെങ്കിൽ ഭഗവതിയുടെ പ്രകാശത്തെയാണ് അഭയം എന്ന് പറയുന്നത് എന്ന് ശാസ്ത്രങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ആ അഭയം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ സാരം ആ പ്രകാശത്തെ കാണാൻ സാധിക്കുക, ആ പ്രകാശത്തെ പ്രാപിക്കുക എന്ന് തന്നെയാണ്. പ്രകാശത്തെ പ്രാപിക്കുക, അതിനെ കാണാൻ സാധിക്കുക. എപ്പോഴാണോ കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദയ നിൽക്കുന്നതായ ആ നാഥയെ അല്ലെങ്കിൽ നാഥനെ കാണുന്നത്, അവിടെയാണ് സംസാര ദുഃഖത്തിന്റെ മോചനം. അല്ലെങ്കിൽ ഈ സംസാര ദുഃഖത്തിൽ ഇങ്ങനെ ഇളകി ആടിക്കൊണ്ടേയിരിക്കും നമ്മൾ. അതുകൊണ്ട് ഇവിടെ പറയുന്നതിന്റെ സാരം അതാണ്. സംസാര ദുഃഖത്തിന് കാരണമായിരിക്കുന്ന വിഷയാനന്ദമായിരിക്കുന്നതും സംസാര ദുഃഖത്തിൽ നിന്നും മോചനം തരുന്ന ആത്മാനന്ദമായിരിക്കുന്നതും രണ്ടും ഈ ശ്യാമളാദേവി തന്നെയാണ്. അങ്ങനെയുള്ള ജഗന്മാതാവെ അവിടെ നിന്ന് ജയിക്കട്ടെ എന്നാണ് ഈ മന്ത്രത്തിന്റെ സാരാംശം. സാദരാരബ്ധ സംഗീത സംഭാവന സംഭ്രമാലോലനീപസ്രഗാബദ്ധ ചൂളീ സനാഥത്രികേ സാനുമത്പുത്രികേ. ഹരി ഓം.